2025 ഏപ്രിൽ മാസത്തിൽ കേരള PSC നടത്തുന്ന പരീക്ഷകളുടെ കലണ്ടർ കേരള PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മാസത്തിലെ പരീക്ഷകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. 2025 ഏപ്രിൽ മാസത്തിലെ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ 2025 ഫോർ സബ്മിറ്റിംഗ് കൺഫർമേഷൻ. ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിൽ പറയുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ ഈ പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഏതെല്ലാം പരീക്ഷകളാണ് നമുക്കൊന്ന് പരിശോധിക്കാം. 251/2024 ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഒന്നാമത്തെ പരീക്ഷയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, കോട്ടയം ജില്ലയിലേക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് 3/4/2025 എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ തന്നെ വരുന്നതാണ് വിവിധ ജില്ലകളിലേക്കാണ് വിളിച്ചത്. അതിലൊന്ന് എറണാകുളം ജില്ല, പിന്നെ കോഴിക്കോട് ജില്ല, പത്തനംതിട്ട ജില്ല, മലപ്പുറം ജില്ല, വയനാട് ജില്ല. അപ്പോൾ ഈ ജില്ല അടിസ്ഥാനത്തിലാണ് ഒറ്റ പരീക്ഷയാണ് നടത്തുന്നത്. പരീക്ഷയുടെ തീയതി 3/4/2025. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. 31/1/2025 മുതൽ 19/2/2025 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സിലബസ് ഒക്കെ തന്നെ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു PDF ഒരു ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ PDF കേരള PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് രണ്ടാമതായി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡയാലിസിസ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. 134/2024 കാറ്റഗറി. ഹെൽത്ത് സർവീസസിലേക്കാണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് പരീക്ഷ വരുന്നത്. പരീക്ഷ നടത്തുന്ന തീയതി എന്ന് പറയുന്നത് 3/4/2025 തേഴ്സ്ഡേ ആണ്. അതിന്റെ ഹോൾ ടിക്കറ്റ് എന്ന് കിട്ടുമെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 20/3/2025 പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കൺഫർമേഷൻ കൊടുക്കാം. അടുത്ത എക്സാം എന്ന് പറയുന്നത് വെറ്റിനറി സർജൻ ഗ്രേഡ് 2 NCA4ST 404/2024 കാറ്റഗറി നമ്പർ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആണ്. 3/4/2025 അതിന്റെ പരീക്ഷ പറഞ്ഞിരിക്കുന്നത്. 20-ാം തീയതി മാർച്ച് 20-ാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമാകും എന്നും പറയുന്നു. അതിൻ്റെയും നിങ്ങൾക്ക് കൺഫർമേഷൻ ഇപ്പോൾ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് 556/2024 LP സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയമാണ്. NCA LC/AI എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ജില്ലയിലേക്കാണ്. 4/4/2025 അതിന്റെ പരീക്ഷ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റ് 21-ാം തീയതി മാർച്ച് 21 അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭിക്കുക. ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. ഇനി അടുത്ത LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം NCA ഈഴവ തീയ ബില്ലവ. അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, വിവിധ ജില്ലകളിലേക്കാണ് അത് വിളിച്ചിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം ജില്ല, അതുപോലെ കൊല്ലം ജില്ല, പിന്നെ ഇവിടെ പറയുന്നത് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് NCA4 മുസ്ലിം, അതാണ് കൊല്ലം ജില്ലയിൽ രണ്ടും വരുന്നുണ്ട്. അതായത് NCA ഈഴവ തീയ ബില്ലവയും വരുന്നുണ്ട്. അതേപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം NCA4 മുസ്ലിം, അതും ഏത് ദിവസം തന്നെയാണ്. എല്ലാം പരീക്ഷയും ഒരുമിച്ച് ഒറ്റ പരീക്ഷയാണ്. അത് 4/4/2025 പരീക്ഷ വരുന്നത്. 4/4/2025 ഇടുക്കി ജില്ലയിലേക്കുണ്ട്. അതേപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം NCA4 വിശ്വകർമ്മ ഇടുക്കി ജില്ലയിലേക്ക് അന്നേ സമയത്ത് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും പരീക്ഷകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഹോൾ ടിക്കറ്റ് 21-ാം തീയതിയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 മുതൽ 14 വരെ കോമൺ എക്സാമാണ്, മറ്റൊരു എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഇൻസ്ട്രക്ടർ ഇൻ ട്രെയിലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ട്രെയിനിങ് സെന്റർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. 322/2024 കാറ്റഗറി നമ്പർ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ്. 8/4/2025 അതിൻ്റെ എക്സാം പറഞ്ഞിരിക്കുന്നത്. 25-ാം തീയതി മാർച്ചിൽ നമുക്ക് എന്ത് കിട്ടും, ഹോൾ ടിക്കറ്റ് ലഭിക്കും. അതിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാവുന്നതാണ്. ഈ അടുത്തത് 500.2022 അക്കൗണ്ട് ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് ആണ്. 8/4/2025 അതിൻ്റെ നമുക്ക് എക്സാം നിശ്ചയിച്ചിരിക്കുന്നത്. 25-ാം തീയതി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇനി അടുത്ത LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA4SC എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാസർഗോഡ് ജില്ലയിലേക്കാണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA4 ഹിന്ദു നാടാർ, അത് ഇടുക്കി ജില്ലയിലേക്ക്. LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA4 ഹിന്ദു നാടാർ കണ്ണൂർ ജില്ലയിലേക്ക്. അതേപോലെ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ് പത്തനംതിട്ട ജില്ലയിലേക്ക്. ഇവിടേക്കുള്ള എല്ലാ പരീക്ഷയും ഒറ്റ പരീക്ഷയായിട്ടാണ് വരുന്നത്. അത് 9/4/2025 ഈ ഒരു പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്ക് 26-ാം തീയതി അതിൻ്റെ ഹോൾ ടിക്കറ്റ്, മാർച്ച് 26-ന് ഹോൾ ടിക്കറ്റ് ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സിലബസും എല്ലാം ഈ ഒരു PDF കൃത്യമായിട്ട് ഇവിടെ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര പേര് ഓരോന്നിനും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കൂറാണ് പരീക്ഷ ടൈമെന്നും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ PDF വിശദമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കാര്യങ്ങളൊക്കെ തന്നെ. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. കൺഫർമേഷൻ ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുന്നത്
ഇപ്പം നമ്മൾ പറഞ്ഞ സെയിം പരീക്ഷ തന്നെയാണ്. അത് വിവിധ ജില്ലകളിലായിട്ടാണ്. പാലക്കാട് ജില്ലയിലേക്ക് അവിടെ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ ആണ്. പിന്നെ അടുത്തത് കോട്ടയം ജില്ലയിലേക്ക്. പിന്നെ അവിടെ വരുന്നത് NCA ഹിന്ദു നാടാർ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA ഹിന്ദു നാടാറും അതേ കോട്ടയം ജില്ലയിലേക്ക് എന്താണ് ബൈ ട്രാൻസ്ഫറും. അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA ഹിന്ദു നാടാർ. ഈ പരീക്ഷകളെല്ലാം കോമൺ ആയിട്ട് 17 മുതൽ 25 വരെയുള്ള ആ സീരിയൽ നമ്പറിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പരീക്ഷ എന്നാണ് കോമൺ എക്സാമാണ്. എക്സാം ഡേറ്റ് 9/4/2025 ഇനി അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആലപ്പുഴ ജില്ലയിലേക്ക്. അത് 11/4/2025 അതിൻ്റെ എക്സാം ഡേറ്റ് നൽകിയിരിക്കുന്നത്. 28 മുതൽ നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാകും. അതേ എക്സാം തന്നെയാണ് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ എവിടേക്കാണ് കോട്ടയം ജില്ലയിലേക്ക്. പിന്നെ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ എറണാകുളം ജില്ലയിലേക്ക്. UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ തൃശ്ശൂർ ജില്ലയിലേക്ക്. ഇവിടേക്കെല്ലാം സെയിം പരീക്ഷയാണ്. പരീക്ഷാ തീയതി 11/4/2025 ഓരോ ജില്ലയിലും എത്ര പേര് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തുടർന്ന് ഇതിൽ നൽകിയിരിക്കുന്നത് സെയിം പരീക്ഷ തന്നെയാണ്. UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ പാലക്കാട് ജില്ല. പിന്നെ ബൈ ട്രാൻസ്ഫർ മലപ്പുറം ജില്ലയിലേക്ക്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക്. ഇതെല്ലാം ഒറ്റ പരീക്ഷയായിട്ടാണ് നടത്തുക. ഇനി അടുത്തത് 502/2024 കാറ്റഗറിയിൽ UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം NCA LC/AI കൊല്ലം ജില്ലയിലേക്ക് വരുന്നു. 11/4/2025 എക്സാം ഡേറ്റ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം അത് കൊല്ലം ജില്ലയിലേക്ക് 11/4/2025 അതിൻ്റെ ഡേറ്റ് എക്സാം ഡേറ്റ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും വരിക. ഇനി അതിൻ്റെ സെയിം പരീക്ഷ തന്നെ വിവിധ ജില്ലകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ഇടുക്കി ജില്ല വരുന്നുണ്ട് UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം. അതുപോലെ തന്നെ പാലക്കാട് ജില്ല UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം. വയനാട് ജില്ല ഇവിടെയെല്ലാം സെയിം ഡേറ്റ് ആണ് പരീക്ഷ വരുന്നത്. അതായത് 33 മുതൽ 37 വരെ കോമൺ ടെസ്റ്റാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ജൂനിയർ അനാലിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 131/2024 കാറ്റഗറി നമ്പർ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന പരീക്ഷ. എക്സാം ഡേറ്റ് നൽകിയിരിക്കുന്നത് 21/4/2025 അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. 7-ാം തീയതി നിങ്ങൾക്ക് അതിൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടും. ഏപ്രിൽ 7-ാം തീയതി ഹോൾ ടിക്കറ്റ് ലഭിക്കുകയാണ്. അടുത്തത് LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ ഓൺലി ഫോർ LGS ആൻഡ് മിനിസ്റ്റീരിയൽ എംപ്ലോയീസ് വർക്കിംഗ് അറ്റ് KWA ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക്. അത് സ്റ്റേറ്റ് വൈഡ് ആണ്. 22/4/2025 എക്സാം കൊടുത്തിരിക്കുന്നത്. 8-ാം തീയതി ഏപ്രിൽ 8-ാം തീയതി നിങ്ങൾക്ക് അതിൻ്റെ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് ബീവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് പരീക്ഷ വരുന്നത്. 22/4/2025 പരീക്ഷ വരുന്നത്. ഏപ്രിൽ 22-ാം തീയതിയാണ് പരീക്ഷ വരുന്നത്. 130/2024 അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. അടുത്ത 41-ാമതായിട്ട് ഇവിടെ കൊടുത്തത് 153/2024 കാറ്റഗറി നമ്പറിൽ വരുന്ന ടൈം കീപ്പർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് NCA ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. 22/4/2025 ട്യൂസ്ഡേ ആണ് അതിൻ്റെ എക്സാം ഡേറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ 39 മുതൽ 41 വരെ കോമൺ ടെസ്റ്റ് ആണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട 39 ഈ LD ക്ലർക്ക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ 41-ാമതായി പരിചയപ്പെട്ട ടൈം കീപ്പർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് NCA ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കോമൺ ടെസ്റ്റ് ആണെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് 116/2024 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ NCA SCC അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പത്തനംതിട്ടയിലേക്കാണ്. അതിൻ്റെ എക്സാം ഡേറ്റ് 23/4/2025 അടുത്തത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരുവനന്തപുരത്തേക്ക് 24/4/2025 പരീക്ഷ പറഞ്ഞിരിക്കുന്നത്. ഇതേ സെയിം പരീക്ഷ തന്നെയാണ് ഇടുക്കി ജില്ലയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം സെയിം പരീക്ഷയാണ്, ഒറ്റ പരീക്ഷയാണ്. നടത്തുന്ന തീയതി 24/4/2025 10-ാം തീയതി ഏപ്രിൽ 10-ാം തീയതി നിങ്ങൾക്ക് അതിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങളിത് കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ ലഭ്യമാവുന്നതായിരിക്കും. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലേക്ക്, തിരുവനന്തപുരം ജില്ലയിലേക്ക്, കോഴിക്കോട് ജില്ലയിലേക്ക്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കൊക്കെ ഈ ഒരു പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു കലണ്ടറിൽ നോക്കി മനസ്സിലാക്കണം. അപ്പോൾ അതെല്ലാം സെയിം ഡേറ്റ് ആണ്. 24/4/2025 പരീക്ഷ തീയതി ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇനി അടുത്ത ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് UPS NCA for ഈഴവ തീയ ബില്ലവ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മലപ്പുറത്തേക്കാണ് 24/4/2025 അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക്, അതുപോലെ കാസർഗോഡ് ജില്ലയിലേക്ക്, എറണാകുളം ജില്ലയിലേക്ക്, തൃശ്ശൂർ ജില്ലയിലേക്ക്, അതുപോലെ കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം, പാലക്കാട്, കണ്ണൂർ ഇവിടെ എല്ലാം എന്താണ് കോമൺ എക്സാമാണ്. 43 മുതൽ 60 വരെ നമ്മൾ കണ്ട എല്ലാ എക്സാമും എന്താണ് കോമൺ എക്സാമാണ്. ആ തീയതി എന്ന് പറയുന്നത് 24/4/2025 തീയതി നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി എന്ന് പറയുന്ന 89/2024 കാറ്റഗറി നമ്പറിൽ ഹെൽത്ത് സർവീസിലേക്കുള്ള ആലപ്പുഴ ജില്ലയിലേക്ക് 25/4/2025 പരീക്ഷ. ഇതേ സെയിം പരീക്ഷ തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് വരുന്നുണ്ട്, അതുപോലെ പാലക്കാട് ജില്ലയിലേക്ക് വരുന്നുണ്ട്, പിന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നുണ്ട്. സെയിം പരീക്ഷയാണ് 25/4/2025 ഈ ഒരു എക്സാം ഡേറ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ല, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അങ്ങനെ വിവിധ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സെയിം പരീക്ഷയാണ് വരുന്നത്. 25/4/2025 പരീക്ഷ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ആ സെയിം പരീക്ഷയാണ്. അത് ഒരേ ദിവസം തന്നെയാണ്, പല പല കാറ്റഗറി ആയിട്ട് വിളിച്ചിട്ടുള്ളതാണ്. അതാണ് ഇവിടെ ഈ ഒരു ടൈം ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 61 മുതൽ 92 വരെ എന്താണ് സെയിം പരീക്ഷയാണ്. പിന്നെ അടുത്ത ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അത് 26/4/2025 സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ്. അവിടെ മൊത്തം 6096 പേരാണ് അപ്ലൈ. ഓരോ തസ്തിക്ക് എത്ര പേര് അപ്ലൈ ചെയ്തെന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ഒപ്പം ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി ഇപ്പോഴാണ്. ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നത് 11/4/2025. അപ്പോൾ അതേ സെയിം പരീക്ഷ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പല പല ജില്ലകളായിട്ട് അതുപോലെ വിവിധ കാറ്റഗറിയൊക്കെ ആയിട്ട് സെയിം പരീക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ് ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുക എന്ന് കൃത്യമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്നതെല്ലാം എന്താണ് സെയിം പരീക്ഷ തന്നെയാണ്. ഈ പറയുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആ ഒരു കാറ്റഗറിയിലേക്കുള്ള സെയിം പരീക്ഷയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് 93 മുതൽ 161 വരെ എന്നാണ് കോമൺ എക്സാമാണ്. എക്സാം ഡേറ്റ് 26/4/2025 എക്സാം ഡേറ്റ് നൽകിയിരിക്കുന്നത്. ഇനി അടുത്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി ആണ്. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, തൃശ്ശൂർ ജില്ലയിലേക്കാണ് വരുന്നത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അത് 11/4/2025 ഹോൾ ടിക്കറ്റ് കിട്ടും. 28/4/2025 അതിൻ്റെ എക്സാം ഡേറ്റ് നൽകിയിരിക്കുന്നത്. പിന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS NCA ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സാം ഡേറ്റ് 29/4/2025. അപ്പോൾ അതും വിവിധ കാറ്റഗറി ആയിട്ട് ആ പരീക്ഷ വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് ഒറ്റ പരീക്ഷയായിട്ടായിരിക്കും നടത്തുക എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ആ ഒരു സെയിം പരീക്ഷ തന്നെയാണ്. ആ പരീക്ഷ 29/4/2025 പരീക്ഷാ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ആ ഒരു കലണ്ടറാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. 163 മുതൽ 216 വരെ സെയിം പരീക്ഷയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് 639/2023 അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെയിൻ എക്സാം ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആണ്. 30-ാം തീയതിയാണ്, ഏപ്രിൽ 30-നാണ് പരീക്ഷ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ 31 മുതൽ 19/2/2025 അതായത് ഈ മാസം 19-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാം. പിന്നെ ഹോൾ ടിക്കറ്റ് 16-ന് കിട്ടും. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഒരു കലണ്ടറാണ്. ആ കലണ്ടറിൽ പറഞ്ഞിരിക്കുന്ന എക്സാംസ് ഏതൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത്. ഈ ഒരു കലണ്ടർ നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ കൺഫർമേഷൻ കൊടുക്കേണ്ട ലിങ്ക് വന്നിട്ടുണ്ടാകും. കൺഫർമേഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഒപ്പം കൃത്യമായിട്ട് ഈ ഒരു സിലബസ് ഈ PDF കൊടുത്തിട്ടുണ്ട്. അതായത് പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.